പ്രകാശ് ജാവ്ദേക്കറെ പി ജയരാജൻ കണ്ടത് വൈദികത്തിലെ ആദായ നികുതി റെയ്ഡിന് തൊട്ടു പിന്നാലെയെന്ന റിപ്പോർട്ടുകൾ സജീവ ചർച്ചയായിരിക്കുന്നു. ഇതിനിടയിൽ പി തുടരുന്നതിൽ സിപിഐക്ക് അതിർത്തി രാജി ആവശ്യപ്പെടാൻ ആലോചന LDFിൽ പൊട്ടിത്തെറി. അതേസമയം തന്നെ ലക്ഷ്യമിട്ടു കൺവീനർ സ്ഥാനത്ത് തുടരും, മാറുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നാണ് പി ജയരാജൻ പറയുന്നത്. BJP നേതാവ് ജാവ്ദേക്കറുമായുള്ള ബന്ധത്തിൽ മുന്നണിക്കുള്ളിലും പി ജയരാജൻ ഒറ്റപ്പെടുന്നു. ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന നിലപാടിലാണ് CPI. BJPയിലേക്ക് ഇതര പാർട്ടി നേതാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രകാശ് ജാവ്ദേക്കറെ പി ജയരാജൻ കണ്ടത് തെറ്റ്. അത് വോട്ടെടുപ്പ് ദിവസം വെളിപ്പെടുത്തിയത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. അതിനാൽ ഈ വിഷയം CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPI നിലപാട്. പി കൺവീനർ സ്ഥാനം സ്വയം ഒഴിയുകയോ CPM നീക്കുകയോ ചെയ്തില്ലെങ്കിൽ രാജി ആവശ്യപ്പെടാനാണ് CPIയുടെ ആലോചന. അതേസമയം BJP പ്രവേശന വിവാദം ആസൂത്രിത ഗൂഢപദ്ധതിയെന്ന പി ജയരാജൻ. തെരഞ്ഞെടുപ്പ് തലേന്നൊരു ബോംബ് പൊട്ടിക്കാൻ ആസൂത്രിത പദ്ധതിയിട്ടു, പലരെയും ലക്ഷ്യം വെച്ച് അവസാനം തന്നിലേക്ക് എത്തിയെന്ന പി ജയരാജൻ പ്രതികരിച്ചിരിക്കുകയാണ്. ജാവ്ദേക്കറിനോട് രാഷ്ട്രീയം സംസാരിച്ചില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയണോ? സുധാകരൻ BJPയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ താൻ പോകുന്നുവെന്ന് പറഞ്ഞുണ്ടാക്കി. മാധ്യമങ്ങൾ തന്നെ ബലിയാടാക്കുന്നു. ഈ വാർത്തകൾ പാർട്ടി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവർക്കുമുള്ള സന്ദേശമെന്നും പി ജയരാജൻ പ്രതികരിച്ചു. LDF കൺവീനർ സ്ഥാനത്ത് തുടരും, സ്ഥാനമൊഴിയുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും പി ജയരാജൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന BJPയുടെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി LDF കൺവീനർ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ കണ്ണൂർ മൊറാഴയിലെ വൈദികം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ. കഴിഞ്ഞ വർഷം മാർച്ച് 2-നായിരുന്നു പിയുടെ ഭാര്യ ചെയർപേഴ്സണായുള്ള വൈദികം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. മാർച്ച് 5-ന് പ്രകാശ് ജാവ്ദേക്കറുമായി പിയുടെ കൂടിക്കാഴ്ച. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ പി ജയരാജന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നതിനിടെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തട്ടകമായ കണ്ണൂരിൽ പോലും ജയരാജൻ ജാഥയിൽ നിന്നും വിട്ടുനിന്നു. പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്ന ദിവസം ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലായിരുന്നു. അന്നുവരെ ജാഥയുടെ ഭാഗമാകാതിരുന്ന പി മാർച്ച് 4-ന് തൃശൂരിൽ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. പി ജയരാജന്റെ കുടുംബത്തിന് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതുമായി ബന്ധപ്പെട്ട് റിസോർട്ടിനെ കുറിച്ച് CPMനുള്ളിൽ പരാതി ഉയർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനായിരുന്നു വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ ഏപ്രിൽ 15-ന് ഒപ്പുവെച്ച കരാറിൽ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിലുള്ള നിരാമയ റിട്രീറ്റ്സിന് കൈമാറി.